അപ്പോൾ ഈ ലഹരി ബിസിനസ് ഇത്രയും വികസിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നവരാണുള്ളത്. ഉൽപ്പാദനം വേറെ എവിടെയെങ്കിലും തായ്ലൻഡിലാകാം, അല്ലെ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലാകാം, ബാംഗ്ലൂരാകാം, കെമിക്കലുകൾ മറ്റു രാജ്യങ്ങളിലാകാം. അപ്പോൾ അത് ഇവിടെ വരുന്നത് ട്രെയിൻ വഴി വരുന്നുണ്ട്, ബസ് വഴി വരുന്നുണ്ട്, കാർ വഴി വരുന്നുണ്ട്, ഫ്ലൈറ്റ് വഴി വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് അടുത്ത കാലത്ത് 2 അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകൾ കേരളത്തിലുണ്ട്. അത് രണ്ടും സ്വകാര്യ മേഖലയിലാണ്. ഒന്ന് ദുബായ് പോർട്ട് വേൾഡ് നടത്തുന്ന കൊച്ചിയിലെയും പിന്നെ അഡാനി നടത്തുന്ന തിരുവനന്തപുരത്തെയും. അപ്പോൾ ഇത് സ്വകാര്യ മേഖലയിലുള്ള സ്വകാര്യ മാനേജ്മെൻറ്റിലുള്ള 2 അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലുള്ളപ്പോൾ അതുവഴി വരാം. പിന്നെ നമുക്ക് മത്സ്യബന്ധന തുറമുഖങ്ങൾ കുറേയധികമുണ്ട്, അതുവഴി വരാം. ഫിഷിംഗ് ബോട്ടുകൾ ഇഷ്ടംപോലെ വരികയും പോവുകയും ചെയ്യുന്നു. അവിടെയൊക്കെ പല സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളൊക്കെയാണ് ജോലിയെടുക്കുന്നത്.